നമസ്കാരം. രണഗാഥ വാർത്തകളിലേക്ക് സ്വാഗതം. ചുട്ടു പൊള്ളിക്കുന്ന വേനലിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകി നാടു നിറയെ ചക്കകൾ. നാട് മുഴുവൻ ചക്ക പഴുത്തു നിൽക്കുന്ന കാലവും വരവായി. മായമേതുമില്ലാത്ത തനി പ്രകൃതിദത്ത വിഭവമായ ചക്ക ഏറ്റവും രുചികരവും ആരോഗ്യദായകവുമായ കനിയാണെങ്കിലും 80% മൂത്ത് പഴുത്ത് ഉതിർന്നു വീണു നശിക്കുന്നതാണ് പതിവ് ദൃശ്യം. 10 പോലും ഉപയോഗിക്കപ്പെടുന്നില്ല. മലയാളികൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ പ്രകൃതി ഭക്ഷണമാണ് ചക്കയെങ്കിലും പുതുതലമുറക്ക് ചക്ക കാണുന്നതും ചക്കയെന്ന് കേൾക്കുന്നതും അരോചകമായി തോന്നുന്ന കാലമാണിത്. അവരറിയണം, പൂർവികർ വിശപ്പകറ്റിയത് ചക്കപ്പുഴുക്ക് കൊണ്ടാണെന്ന സത്യം. ഏത് പ്രദേശത്തും പിന്നിട്ട കാലത്ത് ചോറും കറിയും ഉണ്ടാക്കിയിരുന്ന വീടുകൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരുന്നു. ഭൂരിപക്ഷത്തിൻ്റെയും 3 നേരത്തെയും ഭക്ഷണം കഞ്ഞിയും ചക്കപ്പുഴുക്കുമായിരുന്നു. മൂപ്പെത്തിയ ചക്ക കൊത്തിയെടുത്ത് 2ആയി മുറിച്ച ശേഷം ചെത്തിയെടുത്ത് മടൽ മാറ്റി ചുളയും കുരുവും അരിഞ്ഞിട്ട ശേഷം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പുമിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം അൻസാരികൾ ഇടിച്ചു ചേർത്ത് അടിച്ചിളക്കി പാകപ്പെടുത്തിയെടുക്കുന്ന ചക്കപ്പുഴുക്ക് അനിർവചനീയമായ രുചി പകരുന്ന ഭക്ഷ്യവിഭവമാണ്. ചക്ക കൊണ്ട് 42-ലധികം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ രസപ്പൊടിയും ചക്കത്തേനും വരെ വിപണിയിലുണ്ട്. കല്യാണ വീടുകളിൽ തലേ ദിവസം ചക്കപ്പുഴുക്ക് വിളമ്പുന്ന പതിവുണ്ടായിരുന്നു. ഓലപ്പുരകളായിരുന്ന കാലത്ത് കെട്ടിമേയുമ്പോൾ വന്നുചേരുന്ന ശ്രമദാനക്കാർക്കും കുട്ടികൾക്കും അയൽക്കാർക്കും മറ്റും വിളമ്പിയിരുന്നതും ചക്കപ്പുഴുക്കായിരുന്നു.